ഹായ് ഫ്രണ്ട്സ്, ബൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സയോമിയുടെ 11i ഹൈപ്പർ ചാർജ് മോഡലാണ്. ഇത് ഞങ്ങൾ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. സയോമി 11i ഹൈപ്പർ ചാർജ് 5G ഫോണാണ്. സയോമിയുടെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് ഉള്ള ഒരു ഫോൺ തന്നെയാണ് MI11 ഹൈപ്പർ ചാർജ് മോഡൽ. ഞങ്ങളിത് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. ആൻഡ് പ്രൗഡ് ടു സേ ഇറ്റ്സ് എൻ ഇന്ത്യൻ പ്രോഡക്റ്റ്. ആൻഡ് ഞങ്ങൾ വാങ്ങിച്ച ഫോൺ എന്ന് പറഞ്ഞാൽ 8GB RAM 128GB വേരിയൻ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മളിത് പർച്ചേസ് ചെയ്യുമ്പോൾ ഫോണിൻ്റെ കൂടെ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡാപ്റ്റർ, USB Type-C കേബിൾ, സിം ഇജക്റ്റിംഗ് ടൂൾ, വാറണ്ടി കാർഡ്, ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ആൻഡ് എ പ്രൊട്ടക്റ്റീവ് കേസ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നമ്മുടെ ഫോണൊന്ന് പുറത്തെടുത്ത് നോക്കാം. പാക്കിംഗ് ഒക്കെ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. ആ ബ്ലാക്ക് കളറിലുള്ളതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ ബോക്സിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. ഓക്കെ, ഈ ബോക്സിനകത്തൊരു സിം ഇജക്റ്റിംഗ് ടൂൾ ഉണ്ട്. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് കേസ് കൊടുത്തിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു സോഫ്റ്റ് കേസാണ്. പിന്നെ ഈ ബോക്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മൊബൈലിൻ്റെ യൂസേജ് ഒക്കെ മെൻഷൻ ചെയ്യുന്നത് ആസ് യൂഷ്വൽ എല്ലാ ഫോണിലും ഉള്ളതുപോലെ തന്നെ. പിന്നെ ഒരു Type-C കേബിൾ ഉണ്ട്. നോർമൽ Type-C കേബിൾ തന്നെയാണ്. 120W അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു അഡാപ്റ്റർ തന്നെയാണ് സയോമി MI11 ഹൈപ്പർ ചാർജ് മോഡലിൻ്റെ കൂടെ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫോൺ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ലുക്ക് തന്നെ നല്ല അടിപൊളിയാണ്. കെമോ ഗ്രീൻ ഷെയ്ഡാണ് ഞങ്ങൾ എടുത്തത്. അതിൽ നല്ല ഒരു പീക്കോക്കിൻ്റെ കളർ പോലെ ആ ഡബിൾ ഷെയ്ഡ് വരുന്നതുകൊണ്ട് നല്ലൊരു ഗ്ലേസിങ്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഫോണൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. MI11 ഹൈപ്പർ ചാർജ് മോഡലിന് 6.67 ഇഞ്ച് ഫുൾ HD അമോൾഡ് ഡോട്ട് ഡിസ്പ്ലേ ആണ്. പിന്നെ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. IP53 റേറ്റിംഗും ഉണ്ട്. ഈ ഒരു ഫോണിൻ്റെ ക്യാമറയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ റിയറിൽ 3 ക്യാമറ കൊടുത്തിട്ടുണ്ട്. 108MP ഒരു ക്യാമറയും പിന്നെ ഒരു 8MP ക്യാമറയും പിന്നെ ഒരു 2MP ക്യാമറയും. ഫ്രണ്ടിൽ നമുക്ക് 16MP ഒരു സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബട്ടണും കൊടുത്തിട്ടില്ല. വോളിയം ബട്ടൺ, സ്വിച്ച് ഓൺ ബട്ടൺ, പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ എല്ലാം തന്നെ റൈറ്റ് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബോട്ടം പാർട്ടിൽ പറയുകയാണെങ്കിൽ മറ്റുള്ള എല്ലാ ഫോണുകളെയും പോലെ തന്നെ ചാർജിങ് പോർട്ട് ഉണ്ട്, സ്പീക്കറും മൈക്കും പിന്നെ സിം പോർട്ടും ആണ് ഉള്ളത്. പിന്നെ ഈ ഫോണിൻ്റെ സിം സ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈബ്രിഡ് ട്രേ ആണ്. അപ്പം നമുക്ക് മെമ്മറി കാർഡും കൂടെ ഇടാൻ പറ്റും. അതായത് നമുക്ക് എക്സ്റ്റേണൽ മെമ്മറി എക്സ്റ്റൻഷൻ ഒരു 1 TB വരെ ചെയ്യാൻ പറ്റുന്നതാണ് MI അവകാശപ്പെടുന്നത്. ഈ ഫോണിൻ്റെ ടോപ്പ് പാർട്ടിൽ നമുക്ക് 3.5mm ജാക്ക് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു IR ബ്ലാസ്റ്റർ ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കറുണ്ട്. ഇതിൽ സ്പീക്കറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോൾബി അറ്റ്മോസ് ഡ്യുവൽ സിമെട്രിക്കൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ നെറ്റ്ഫ്ലിക്സിൽ മൂവീസൊക്കെ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ എഫക്റ്റ് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സയോമിയുടെ ഈ ഒരു മോഡൽ ഫോണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് ഹൈപ്പർ ചാർജിങ്. ഇത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ടായിട്ട് നോർമൽ ചാർജിങ്ങിൽ തന്നെയാണ് ഉണ്ടാവുക. നമ്മൾ സെറ്റിംഗ്സിൽ പോയിട്ട് ബൂസ്റ്റ് ചാർജിങ് സ്പീഡ് എനേബിൾ ചെയ്യുമ്പോൾ മാത്രമേ ഇത് നമുക്ക് 15 മിനിറ്റ്സിൽ ചാർജ് ആയി കിട്ടുള്ളൂ. അതായത് ടെർബോ ചാർജിങ്. ഈ ഫോണിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ റിഫ്രഷിംഗ് റേറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ടായിട്ട് 60 Hz ആണ് ഉള്ളതെങ്കിലും നമുക്കിത് 120 Hz വരെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ഹൈ എൻഡ് ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ നമുക്ക് റിഫ്രഷിംഗ് റേറ്റ് ഒരു 120 Hz വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാങ് ആവുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ബാറ്ററി ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 60 Hz വെക്കുന്നതാണ് നോർമൽ യൂസേജിൽ എപ്പോഴും നല്ലത്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ കുറച്ച് ക്യാമറ ഫീച്ചേഴ്സ് നോക്കാം. 108MP പ്രൈമറി ക്യാമറ നമ്മൾ നോക്കുമ്പം ലൈറ്റിംഗ് കണ്ടീഷനിൽ നല്ല പെർഫോമൻസ് തന്നെയാണ് ഇതിൻ്റെ ക്യാമറ കാഴ്ചവെക്കുന്നത്. അതായത് നല്ല അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഒക്കെയുള്ള പിക്ചേഴ്സ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ലോ ലൈറ്റ് കണ്ടീഷനിൽ ഇതിന് അത്ര നല്ല ഫീഡ്ബാക്ക് അല്ല. സയോമിയുടെ ഈ ഫോണിൻ്റെ ക്യാമറ ഫീച്ചേഴ്സ് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് മാക്രോ വീഡിയോഗ്രാഫി. അത് ഞാൻ മറ്റധികം ഫോണുകളിലൊന്നും കാണാത്തൊരു ഫീച്ചറാണ്. നമുക്ക് മാക്രോയിൽ വീഡിയോ എടുക്കാൻ പറ്റും. ക്യാമറയിലുള്ള മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈ റെസൊല്യൂഷൻ പിക്ചേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ സെപ്പറേറ്റ് ഒരു ഓപ്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് അതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 108MP സെലക്ട് ചെയ്തിട്ട് നല്ല ഹൈ റെസൊല്യൂഷൻ പിക്ചേഴ്സ് എടുക്കാൻ പറ്റുന്നതാണ്.
ഫൈനലി നമുക്ക് ഇതിൻ്റെ സെൽഫി ക്യാമറയെ കുറിച്ച് നോക്കാം. ഇതിന് ആക്ച്വലി പഞ്ച് ഹോൾ ഡിസ്പ്ലേ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, അത്യാവശ്യം കുറച്ച് നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് സെൽഫി ക്യാമറ കിട്ടുന്നുണ്ട്. 16 MP ക്യാമറ ആണെങ്കിലും അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉള്ള സെൽഫി ഫോട്ടോസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സോ സയോമിയുടെ ഈ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ലുക്ക് വൈസ് ഇത് നല്ല ഫോണാണ്. 26,000 പേ ചെയ്തിട്ടാണ് ഞങ്ങളിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. ആൻഡ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കുമ്പോൾ ഫോർ 26,000 ഇറ്റ്സ് റിയലി ഗുഡ്. ആൻഡ് പിന്നെ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിതൊന്ന് യൂസ് ചെയ്ത് വന്നാലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു ഫസ്റ്റ് ഇംപ്രഷനായിട്ട് നമുക്കിത് നല്ല ഫോണായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ക്യാമറയിലൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം ഞങ്ങൾ വാങ്ങിച്ച സാംസങ്ങിൽ ഒക്കെ കൊടുത്ത് അത് 47,000 ഫോണായിരുന്നു. അതിൽ കൊടുത്തിരിക്കുന്ന പ്രോ മോഡ് അങ്ങനത്തെ ഒരുപാട് സെറ്റിംഗ്സ് ഒക്കെ ഇതിലും അവൈലബിൾ ആണ്. പക്ഷേ അത് എത്രത്തോളം സക്സസ്ഫുൾ ആണെന്നുള്ളതൊക്കെ നമുക്ക് യൂസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. എന്നാലും ഫസ്റ്റ് ഇംപ്രഷനിൽ ഇറ്റ്സ് എ ഗുഡ് ഫോൺ, ഗുഡ് പ്രൊഡക്റ്റ്. So that's all for today guys. Bytes ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. Thank you so much for watching our video. Keep supporting us. This is Subi signing off from Bytes. Bye bye.